Good morning. Good morning. ആരുമില്ലല്ലോ ക്ലാസ്സില്? 3 പേരുള്ളോ? എന്ത് പറ്റി? മൺഡേ കൊണ്ടാണോ? ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് എത്ര വരെ ആയിരുന്നു? ജോബ് ഓഫർ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ജോബ് ഓഫർ എന്താണ്, അതിന്റെ ടൈപ്സുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ എന്താണ് കണ്ടന്റ്, എന്തൊക്കെയാണ് ജോബ് ഓഫറിലുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഒരു സാമ്പിളും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് contract of employment. Okay, the term contract of employment or employment contract underline ചെയ്തു വെക്കാം. Contract of employment നെ പറയുന്ന മറ്റൊരു പേരാണ് employment contract. The term contract of employment or employment contract is a type of a contract between employee and employer. കോൺട്രാക്ട് ആണ് അല്ലെ? ആരൊക്കെ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ പറയുന്നത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് അഥവാ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. This is a document that details the responsibility, right and the obligations of the employer and employee. അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ്, ഒബ്ലിഗേഷൻസ്, രണ്ടുപേരുടെയും എംപ്ലോയറുടെയും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെയും ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ്, ഒബ്ലിഗേഷൻസ് ഇതൊക്കെയാണ് ഈ ഡോക്യുമെന്റിൽ അടങ്ങിയിരിക്കുന്നത്. Previously, contract of employment were mostly verbal. ഇനി പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വാക്കാലുള്ളതായിരുന്നു. ഓക്കെ, വെർബലി ഉള്ളതായിരുന്നു. It was beneficial to the employer because the employee had no concrete rights to their employment and employees can fire for any reasons. എന്താണ് ഇങ്ങനെ വാക്കാലുള്ള കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ എന്താണ് അത് ബെനഫിഷ്യൽ ആണ്. ആർക്കാണ് ബെനഫിറ്റ് ഉണ്ടാക്കുന്നത്? എംപ്ലോയർക്ക് ബെനഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലെ? ഇനി ഏതെങ്കിലും ഒരു റൈറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താല് എംപ്ലോയീസിന് ഫയർ ചെയ്യാനായിട്ട് അതൊരു കാരണമാകുന്നുണ്ട്. എംപ്ലോയീസിനെ തന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയർക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഫയർ ചെയ്യാനായിട്ട് അത് റീസൺസ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി എന്താണ് മോഡേൺ ടേം? ഇനി മോഡേൺ ടേംസിൽ പ്രീവിയസിലുള്ള കാര്യങ്ങൾ പണ്ട് കാലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മോഡേൺ ടേം ആയിട്ട് എന്താണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആർ യൂഷ്വലി റിട്ടേൺ. എന്തായിട്ട് മാറിയത്? വാക്കാലുള്ളത് മാറി റിട്ടേൺ ടൈപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. A contract of employment contains the several major components which outlines the rights and responsibilities of both the employee and the employer. എന്താണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിട്ടേൺ ടൈപ്പിൽ എഴുതുമ്പോൾ അത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്താണ് എഴുതിയ രീതിയിലാവുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്? റേറ്റ് ഓഫ് പേ, hours of work, length of contract, holiday and sick leave, termination of employment. 5 കാര്യങ്ങളാണ് ആ റിട്ടേൺ ഫോമിൽ റിട്ടേൺ ടൈപ്പിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ഫസ്റ്റ് വൺ നോക്കാം, റേറ്റ് ഓഫ് പേ. നോക്കിയേ, a contract of employment must include the terms and conditions related to employees' pay and also the method of calculating the payment. എന്താണ് എംപ്ലോയീസ് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് കൊടുക്കണം? മന്ത്ലി സാലറി കൊടുക്കണം അല്ലെ? അപ്പൊ ആ സാലറി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. റേറ്റ് ഓഫ് പേയില് അടങ്ങിയിട്ടുണ്ടാവും.
On other hand, bonus, commission, and any other payment which an employee receives should also mention in the employment contract. ഈ സാലറിയുടെ കാര്യങ്ങളും അതിന്റെ കാൽക്കുലേഷൻ മാത്രമല്ല, പിന്നെ എന്താണ് ബെനിഫിറ്റ്, അതർ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, ബോണസ്, കമ്മീഷൻ, ഇൻസെന്റീവ് അല്ലെ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ എംപ്ലോയീസിന് കിട്ടുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് റേറ്റ് ഓഫ് പേ എന്ന് പറയുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താ, അവേഴ്സ് ഓഫ് വർക്ക്. ഓക്കെ, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതിന്റെ അവേഴ്സുകൾ ഓക്കെ നോക്കാം. എന്താണ്, ഡിസൈഡിങ് മിനിമം അവേഴ്സ് ഓഫ് വർക്ക് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ. അല്ലെ, എന്താണ് ഡിസൈഡിങ് ഈ മിനിമം അവേഴ്സ് ഓഫ് വർക്ക് എന്താണ്, അത് ഡിസൈഡ് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ട് ആണ് രണ്ടുപേർക്കും, എംപ്ലോയീസിനും അതെ എംപ്ലോയറിനും അതെ. എംപ്ലോയർ ടേക്ക് എ ഗ്യാരണ്ടി for the of the worker that the worker is available for those working hours. An employer will have to pay for the worker for those working hours even if there is no work. Having a high number of minimum hours of working in a week provides a guaranteed amount of money to the worker. If the worker fails to perform the work is those hours, then it reduces the flexibility of the worker and may result in some disciplinary actions against him. അപ്പൊ എന്താണ് അവേഴ്സ് ഓഫ് വർക്കിൽ പറയുന്നത്, കുറഞ്ഞ ജോലി സമയം തീരുമാനിക്കുന്നത് രണ്ടുപേർക്കും ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സമയത്തേക്ക് തൊഴിലാളികളെ ലഭ്യമാണെന്ന് തൊഴിലുടമ തൊഴിൽ കാലയളവിൽ നിന്ന് ഉറപ്പാക്കുന്നുണ്ട് അല്ലെ. ഇത്ര ടൈമിൽ ഇത്ര ഡ്യൂട്ടി ചെയ്യണം എന്നുണ്ടാവും അല്ലെ ഓഫീസിലൊക്കെ. ഇനി ജോലി ഇല്ലെങ്കിലും ആ ജോലി സമയത്ത് തൊഴിലുടമ തൊഴിലാളികൾക്ക് പണം നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ സമയങ്ങളിൽ ജോലി ചെയ്യുന്നതില് തൊഴിലാളി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്താണ്, തൊഴിലുടമകളുടെ വഴക്കം കുറയ്ക്കുകയും തൊഴിലാളികളുടെ വഴക്കം കുറയ്ക്കുകയും അതുപോലെ തന്നെ എന്താണ്, അയാൾക്കെതിരെ ചില അച്ചടക്ക നടപടികൾക്ക് കാരണമാവുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര ടൈം വർക്ക് ഉണ്ടാവും, ഇത്രയും വർക്കുകൾ കംപ്ലീറ്റ് ആക്കേണ്ടത്, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്, അത്ര ടൈമിൽ വർക്ക് ചെയ്യാം, അതനുസരിച്ചിട്ട് വേണം നമുക്ക് എംപ്ലോയീസിന് എന്ത് കൊടുക്കാനായിട്ട്, പേയ്മെന്റ് കൊടുക്കാനായിട്ട്. ഇനി എന്താണ്, കമ്പനിയിൽ ചിലപ്പോ അത്ര വർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും എംപ്ലോയർ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇത്ര ടൈം വർക്ക് ഉണ്ട്, ഇത്ര സാലറി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോലിയിൽ കയറ്റുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വർക്ക് ചില കമ്പനീസിൽ കുറയാം, ചില സീസൺ ഒക്കെ ആവുമ്പോൾ ചില കമ്പനീസിൽ അങ്ങനെ വർക്കുകൾ കുറയാറുണ്ട്. അപ്പൊ വർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സാലറി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ തൊഴിലാളികൾ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ എന്താ പറയുന്നത്, അയാൾക്കെതിരെ ചില നടപടിക്രമങ്ങൾക്കൊക്കെ അച്ചടക്ക നടപടിക്രമങ്ങൾക്കൊക്കെ എന്താണ് എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയാൾക്ക് എതിരെ ആക്ഷൻ എടുക്കാവുന്നതായിട്ട് എംപ്ലോയർക്ക് സാധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് അവേഴ്സ് ഓഫ് വർക്കിൽ പറയുന്നത്. ഇനി എന്താ, ലെങ്ത് ഓഫ് കോൺട്രാക്ട്. Many employment contracts are based on the actual concept. Okay, it means അപ്പോ എന്താണ്, ഇത്തരത്തിലുള്ള ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ബേസ് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ കൺസെപ്റ്റിനാണ്. അണ്ടർലൈൻ ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി അതിന്റെ മീനിങ് എന്താ, that there is no fixed time limit for employment. Okay, ഇനി അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, that there is no fixed time limit for employment. It allows both the employer and the employee decide the time on which the contract gets terminated. On other hand, there are two other situations which the employment contract may apply. അപ്പൊ എന്താണ്, ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ടാവില്ല എംപ്ലോയ്മെന്റിന്. അതുപോലെ തന്നെ
എപ്പോ വേണമെങ്കിലും എംപ്ലോയർക്കായാലും എംപ്ലോയിക്കായാലും ഇങ്ങനെ കോൺട്രാക്ട് ബേസിലാകുമ്പോൾ എപ്പോ വേണമെങ്കിലും എന്താണ് ഈ ജോബ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ട് സിറ്റുവേഷൻസ് ആണ് അതിൽ പറയുന്നത്. ഓക്കെ, employees may be contacted only for a limited time period. This is common the project-driven jobs. Sometimes employees are hired for the long duration, such as for period of 2 years or for more years. If the employee opted to resign the job even though he is in contract, then it may be subjected to some civil law actions against the employee. എന്താ പറയുന്നത്, ഈ കരാറുകളിൽ നമ്മൾ എംപ്ലോയർ ആയാലും എംപ്ലോയീസ് ആയാലും കരാറുകൾ വെച്ചിട്ടാണ് ജോബിൽ കയറുന്നതെങ്കിൽ ആ കരാറിലാണെങ്കിലും ജീവനക്കാരൻ ജോലി രാജിവെക്കുന്ന തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവനക്കാർക്കെതിരെ ചില സിവിൽ നിയമ നടപടികൾക്ക് വിധേയരാക്കാം. ഇപ്പൊ നമ്മൾ കരാറ് വെച്ചിട്ട് നമ്മൾ ചില കമ്പനീസിലൊക്കെ കയറുമ്പോൾ ബോണ്ട് ഉണ്ടാവും അല്ലെ, ചില ജോലികൾക്കൊക്കെ ഇത്രയും ഒരു വർഷം നമ്മള് കരാറിലൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും കയറുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരു വർഷം നിൽക്കാൻ പറ്റില്ല, ജോലിയിൽ കയറിയിട്ട് കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇയേഴ്സ് നമ്മൾ എത്രയാണോ, അല്ലെ 6 months ആണെങ്കിൽ 6 months, 3 months ആണെങ്കിൽ 3 months, അല്ലെങ്കിൽ 1 year ആണെങ്കിൽ 1 year, അതിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ആ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി അഥവാ നമുക്ക് പറ്റില്ല, നമ്മൾ ജോബ് ഇട്ടിട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ആക്ഷൻസ് എടുക്കാനായിട്ട് അല്ലെ സാധിക്കുന്നതാണ് കമ്പനിക്ക് അല്ലെങ്കിൽ എംപ്ലോയർ. അതാണ് ലെങ്ത് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ബേസിൽ നിങ്ങൾക്ക് അറിയാം, കോൺട്രാക്ട് ബേസിലൊക്കെ കുറെ ആളുകൾ ജോലി ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാനായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലീസിലൊക്കെ ഉണ്ടാവും. അങ്ങനെ 6 months ആവാം, അല്ലെങ്കിൽ 1 year ആവാം, 2 year ആവാം. ഇത് കോൺട്രാക്ട് ഒപ്പിച്ചിട്ട് അവർ ജോലിക്ക് കയറും. അപ്പൊ അതിലുള്ള അതും അത്രയും വരെ അതിൽ ഏതാണോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, 2 years ആണെങ്കിൽ 2 years വരെ നിൽക്കണം, അല്ലെങ്കിൽ പോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻസ്, എംപ്ലോയീസിനെതിരെ ആക്ഷൻസ് നോക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി എന്താ, ഹോളിഡേസ് ആൻഡ് സിക്ക് ലീവ്സ്. The contract of employment also specifies the company's holiday and sick leave policies. ഇല്ലേ, ഹോളിഡേ സിക്ക് ലീവ് പോളിസീസ് ഒക്കെ അല്ലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. Paid holidays and sick leave of the employees are depending on the location or the employee's leave. The employer is free to increase employees' leave. The employer can do this if he wants. The procedure of requesting holidays and sick leave should also be mentioned in the employment contract. എന്താണ്, അവധി ദിവസങ്ങളും അസുഖ ദിനങ്ങളും അല്ലെ, ഹോളിഡേസ് ആൻഡ് സിക്ക് ലീവിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ജീവനക്കാരുടെ ശമ്പളത്തോടു കൂടിയ അവധി ദിനങ്ങളും അസുഖ അവധിയും ജീവനക്കാരൻ താമസിക്കുന്ന സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, ആശ്രയിച്ചിരിക്കുന്നു. ജീവനക്കാരുടെ അവധി വർദ്ധിപ്പിക്കാനായിട്ട് തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അവധി ദിനങ്ങളും അസുഖ അവധികളും അഭ്യർത്ഥിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും തൊഴിൽ കരാറിൽ പരാമർശിക്കും. ഓക്കെ, തൊഴിൽ കരാറിൽ അതും കൂടി പരാമർശിക്കുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് അഭ്യർത്ഥനകൾ നടത്തേണ്ടത്, എങ്ങനെയുള്ള പ്രൊസീജിയറിലൂടെ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഗൈഡ് ലൈൻസിലൂടെയൊക്കെ വേണം നമ്മൾ ഇങ്ങനെയുള്ള അസുഖ ദിനങ്ങളായാലും അതുപോലെ തന്നെ അവധി ദിനങ്ങളായാലും നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഏതൊക്കെ പ്രൊസീജിയറിലൂടെ അത് റിട്ടേൺ ചെയ്ത് അത് അവിടെ കൊടുക്കണം എന്നുള്ളതൊക്കെ എന്താണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി എന്താ, ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. Termination of employment should also be detailed in the employment contract. Okay, termination of employment, termination ചെയ്യാനായിട്ട് എന്താണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലെ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. The contract must include information about how to determine employment. These rules will tell employees how much notice an employee should give to his employer, as well as some other factors such as restrictions on the type of work after leaving the job. Many organizations will get
employees to sign the document which restrict employees to work with any competitor immediately after leaving the job. This help in protecting the trade secret of the company. അപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പോ നമ്മൾ പറയുന്നത് എന്താണ്? ടെർമിനേഷൻ അല്ലെ, ടെർമിനേറ്റ് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലെ എല്ലാ ഡീറ്റെയിൽസ് എന്താണ്, എങ്ങനെ ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്, കോൺട്രാക്ട് മസ്റ്റ് ബി ഇൻക്ലൂഡ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ഹൗ ടു ടെർമിനേറ്റ് ദ എംപ്ലോയ്മെന്റ്. കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും, റൂൾസ് റെഗുലേഷൻസും എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്താ പറയുന്നത്, ഒരു ജീവനക്കാരൻ തന്റെ തൊഴിലുടമയ്ക്ക് എത്ര നോട്ടീസ് നൽകണമെന്ന്, ഇങ്ങനെയുള്ള നോട്ടീസ് നൽകണമെന്ന്, എത്ര നോട്ടീസ് നൽകണമെന്ന് ആ നിയമത്തിൽ ജീവനക്കാരോട് പറയുന്നുണ്ട്, നിയമങ്ങളിൽ ജീവനക്കാരോട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി ഉപേക്ഷിക്കുന്നതിന് തൊട്ട് പിന്നാലെ ഏതെങ്കിലും എതിരാളികളുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ജീവനക്കാരെ നിയന്ത്രിക്കുന്ന ഒരു രേഖ ഒപ്പിടാനായിട്ട് പല സ്ഥാപനങ്ങളും ജീവനക്കാരെ നിർബന്ധിപ്പിക്കും. ഇത് കമ്പനിയുടെ വ്യാപാര രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്തു, അയാളെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ കമ്പനിയിൽ എന്ത് വർക്കാണോ ചെയ്യുന്നത് അത് ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള അനദർ കമ്പനിയുമായിട്ട് അയാള് എന്ത് ചെയ്യും അല്ലെ, അവിടെ പോയിട്ട് അയാളെ ചിലപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ തന്ത്രങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ തന്ത്രങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അവിടെ പോയി പറയാനായിട്ടും അതനുസരിച്ച് ആ കമ്പനിയിൽ പ്രവർത്തിക്കാനായിട്ടും ഇടവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെർമിനേറ്റ് ആക്കിയിട്ടുള്ള ആള് എന്ത് ചെയ്യുന്നത്, കമ്പനിക്കാർ തന്നെ ടെർമിനേറ്റ് ആക്കുമ്പോൾ ഇത്ര വർഷം ഇന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എന്താണോ ആ രീതിയിൽ നീ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കരാറിൽ അവർ ഒപ്പിടിച്ചിട്ടാണ് വിടുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഇപ്പോ എന്താ പറയാ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തി നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുന്ന ആളാണെങ്കിൽ മറ്റു കമ്പനികളുമായിട്ട് നമ്മുടെ സെയിം പ്രൊസീജിയർ ചെയ്യുന്ന കമ്പനികളുമായിട്ട് ചേർന്നുകൊണ്ട് ഇയാൾക്ക് ജോലി ചെയ്യാനായിട്ട് പിന്നീട് പറ്റില്ല. ഇത്രയും വർഷം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധനയിൽ കരാറിൽ ഒപ്പിടിച്ചിട്ടാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇയാളെ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ചിലപ്പോൾ നഷ്ടമുണ്ടാവും അല്ലെ. നമ്മുടെ സീക്രട്ട് കാര്യങ്ങളെ അറിയാൻ പറ്റും, നമ്മുടെ ഓർഗനൈസേഷനിലെ പയറ്റുന്ന തന്ത്രങ്ങൾ അറിയാൻ പറ്റും. അതൊക്കെ മറ്റു കമ്പനീസിനോടൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നല്ല രീതിയിൽ ബിസിനസ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ കമ്പനിക്ക് നഷ്ടമാണ്. സമൂഹത്തിൽ ചിലപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന കമ്പനിയാണെങ്കിൽ അയാള് കാരണം നമ്മുടെ കമ്പനിക്ക് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കരാറുകളിൽ ഒപ്പിടിച്ചിട്ട് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ട് അയാളെ വിടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റിൽ പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ഇത്തരം കാര്യങ്ങൾ. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്, റേറ്റ് ഓഫ് പേ, hours of work, length of contract, holidays and sick leaves, termination of employment. വായിച്ചു നോക്കാം കേട്ടോ.
Next on evaluation of the selection process. The main aim of the selection procedure is to select among the numerous applicants the best candidate for giving given job opening. The main aim, selection process in the main aim in the numerous applicant best applicant choose job choose. The process is successful only when the selected employees give their best to their jobs and jobs sincerely to achieve their goals. Selection process, select process successful select employees, best employees sincere goal achieve. When effectiveness of the selection process should be assessed from time to time. അതുപോലെ തന്നെ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സ് ആ ഇഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ എങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. ഇഫക്റ്റീവ്നെസ് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, കറക്റ്റ് പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്, അത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ടൈം ടു ടൈം ഇങ്ങനെ അസസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി എന്താണ് നോക്കിയേ, ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്, സെലക്ഷൻ പ്രോസസ്സിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ് അത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? ഡയൽ എസ് ഇഷ്. ഓക്കെ, അപ്പോ നോക്കാം. Recommends that the selection procedure should be audited regularly to measure its effectiveness. എന്താ പറയുന്നത്? തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തില് ഫലപ്രാപ്തി അളക്കുന്നതിന് പതിവായിട്ട് ഓഡിറ്റ് ചെയ്യണമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. നമ്മുടെ പറയാം, തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തില് ഫലപ്രാപ്തി അളക്കുന്നതിന് വേണ്ടിയിട്ട് പതിവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് റെഗുലർലി ആയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. The below mentioned questions
can give a broad and comprehensive guidelines for assessment for the selection programs. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ സെലക്ഷൻ പ്രോസസ് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം, അതിന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് വരില്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. അനലൈസ് ഓഫ് ദ പ്രോഗ്രാംസ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. Human resource management theory and the practice are line with the selection program or not. എന്താണ് HRM സിദ്ധാന്തം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറി, അതിന്റെ പ്രയോഗവും സെലക്ഷൻ പ്രോഗ്രാമുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? whether policies of selection are clearly stated and a proper process is created or not. തെരഞ്ഞെടുപ്പ് നയങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കുകയും ശരിയായ ഒരു പ്രക്രിയ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇനി എന്താണ്? Are employment and public policies at par with each other or not? എന്താണ്? തൊഴിലും പൊതുനയങ്ങളും പരസ്പരം തുല്യമാണോ ഇല്ലയോ. Are the wage level, employee benefits and degree of satisfaction in employee within the organization good enough to be able to attract and sustain good employees? എന്താ പറയുന്നത്? സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വേതന നിലവാരം, ജീവനക്കാരുടെ ആനുകൂല്യങ്ങള്, സംതൃപ്തിയുടെ അളവ്, സാറ്റിസ്ഫാക്ഷന്റെ അളവ് എന്നിവ നല്ല ജീവനക്കാരെ ആകർഷിക്കുകയും നിലനിർത്തുവാനും പര്യാപ്തമാണോ. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? Are the programs and the procedure properly communicated to all those people who are concerned and influenced by them? എന്താണ്? പരിപാടികളും നടപടിക്രമങ്ങളും അവയിൽ സ്വാധീനം ചെലുത്തുന്ന ആശങ്കയുള്ള എല്ലാ ആളുകളെയും ശരിയായി അറിയുന്നുണ്ടോ. ഇനി എന്താ? തേർഡ് വൺ, how effective is the implementation of the program? എന്താണ്? പരിപാടിയുടെ നടത്തിപ്പ് എത്രത്തോളം ഫലപ്രദമാണ്, ഇഫക്റ്റീവ് ആണ് ഉള്ളത്. ഇനി അതിനകത്ത് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. Are the people executing the employment program properly trained to do so? എന്താണ്? തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്ന ആളുകൾക്ക് അതിനുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ. Is the actual performance of the program at par with the set targets? പരിപാടിയുടെ യഥാർത്ഥ പ്രകടനം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് തുല്യമാണോ. Are policy and procedure guidelines created and used? നയപരവും നടപടിക്രമപരവുമായ മാർഗനിർദ്ദേശങ്ങൾ സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടോ. ഇനി എന്താ? നാലാമത്തത് ഫീഡ്ബാക്ക്. What kind of company image is developed in the eyes of placement offices of universities, colleges and public and private employment agencies regarding the methodology used by the company for executing its recruitment program? അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? കമ്പനി അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം സംബന്ധിച്ച സർവകലാശാലകള്, കോളേജുകള്, സ്വകാര്യ തൊഴിൽ ഏജൻസികള് എന്നിവയിലെ പ്ലേസ്മെന്റ് ഓഫീസർമാരുടെ കണ്ണില് കമ്പനിയുടെ പ്രതിച്ഛായ എങ്ങനെയുള്ളതാണ്. ഇനി എന്താ പറയുന്നത്? നാലാമത്തേതിൽ രണ്ടാമത്തെ പോയിന്റ് എന്താ? Has a research been conducted on the currently hired employees and the applicant discarded in order to find out the treatment given to them by the company during the selection procedure? നിലവിൽ നിശ്ചയിക്കപ്പെട്ട ജീവനക്കാരും പുറത്താക്കപ്പെട്ട അപേക്ഷകരെയും കുറിച്ച് ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ടോ.
തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കമ്പനി അവർക്ക് നൽകിയ പരിഗണന എന്താണെന്ന് കണ്ടെത്തുന്നതിന്. ലാസ്റ്റ് വൺ നോക്കാം. എന്താ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് who have refused to join the organization due to poor working environment, low salary package, poor image, etc. എന്താണ്? മോശം തൊഴിൽ അന്തരീക്ഷം, കുറഞ്ഞ ശമ്പള പാക്കേജ്, മോശം പ്രതിച്ഛായ മുതലായ കാരണം സംഘടനയിൽ ചേരാൻ വിസമ്മതിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, നമ്മളിപ്പോ എന്താണ് ഫീഡ്ബാക്കിൽ പറയുന്നത് എന്താണ്? ലാസ്റ്റ് പോയിന്റിൽ ഇപ്പൊ സാലറി പാക്കേജിലോ അതുപോലെ തന്നെ ഇമേജ് പൂർ ആയിട്ടുള്ള കമ്പനീസിലൊന്നും നമ്മൾ പോവില്ല അല്ലെ. അവിടെ അങ്ങനെ ജോലിക്ക് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം എത്രയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ? അനലൈസ് ദ റിസൾട്ട്. വാട്ട് ആർ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ദി ന്യൂ റിക്രൂട്ട്സ്? അവരുടെ ന്യൂ റിക്രൂട്ട്സിന്റെ പെർഫോമൻസ് ലെവൽ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. Out of the total number of applicants, how many were recruited? Okay, recruited. എത്ര പേരെ നിയമിച്ചിട്ടുണ്ട്? എത്ര അംഗങ്ങളെയാണ് നിയമിച്ചിരിക്കുന്നത്? Out of the total number of candidates recruited, how many were able to complete the probation period successfully? What was the percentage of applicant who resigned because what was communicated to them during the interview did not match with the accepted job conditions? ആകെ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളില് എത്ര പേർക്ക് പ്രൊബേഷൻ കാലയളവ് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അഭിമുഖത്തിനിടെ അറിയിച്ച കാര്യങ്ങൾ കൃത്യമായി ജോലി സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതിനാൽ രാജിവെച്ച അപേക്ഷകളുടെ പെർസെന്റേജ് എത്രത്തോളം ഉണ്ട് എന്നാണ് അവിടെ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ? വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ഡ്യൂ ടു ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ? ഇൻഅപ്രോപ്രിയേറ്റ് റീസൺ മൂലം എത്ര പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ആണ് കൊഴിഞ്ഞു പോയിട്ടുള്ളത്? ഇനി എന്താ? What is the contribution of a selection method used such as test, interviews, medical examinations, etc. to the overall selection program? Did the forecast done by the selection tools prove true? Are the selection device used validated properly? അപ്പൊ എന്താണ് ലാസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടെസ്റ്റുകള്, ഇന്റർവ്യൂസുകള്, മെഡിക്കൽ എക്സാമിനേഷൻസ് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് രീതിയില് മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ എന്ത് സംഭാവനയാണ് നൽകുന്നത്? അതുപോലെ തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങൾ നടത്തിയ പ്രവചനം ശരിയാണോ? ഓക്കെ, തെരഞ്ഞെടുപ്പ് ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂസിലൂടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പ്രവചനം ശരിയാണോ എന്നോ, ഉപയോഗിച്ച ഉപകരണങ്ങള് ശരിയായി സാധൂകരിക്കപ്പെട്ടിട്ടുണ്ടോ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചോദ്യങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അധികം ഇമ്പോർട്ടന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നടത്തിയിരിക്കാൻ വേണ്ടി സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്തതിന്റെ ഫീഡ്ബാക്കുകള് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ.
അയച്ചിട്ട് പറയണോട്ടോ. അയച്ചോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് barriers of selection. Okay. Barriers of effective selection are as follows. First barrier എന്താണ്? Diversity of selection approaches. The variety of selection approaches and test represent that there is no one perfect way to choose managers. അതെന്താണ്? നമ്മള് ഇതിൽ പറയുന്നത് there are many different ways to select the managers and there's no single method is perfect. നമ്മള് ഒരു ഡിഫറെന്റ് വേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യാം അല്ലെ ഡിഫറെന്റ് മെത്തേഡുകൾ നമ്മൾ ഇപ്പോ പല ടെസ്റ്റുകൾ ഇന്റർവ്യൂസ് ഒക്കെ നടത്തുമ്പോൾ പല രീതിയിലുള്ള ഇപ്പോ ഒരു സെലക്ഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു വാക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വാക്കൻസി ഇപ്പോ അല്ലെങ്കിൽ 1 ഇയറോ 2 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ വേറൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്തെങ്കിലും വാക്കൻസികൾ വരികയാണെങ്കിൽ ഇപ്പൊ വേറൊരു സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അവരുടെ ഇതുകൾ നമ്മളിപ്പോ സിംപിൾ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമ്മളിപ്പോ ഒരാൾക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ അടുത്ത വേക്കൻസി വരുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ലല്ലേ. വെറൈറ്റി ഓഫ് മെത്തേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കുറെ ടെസ്റ്റുകൾ അല്ലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടെസ്റ്റുകൾ, ഇന്റർവ്യൂ മെത്തേഡുകൾ അങ്ങനെയൊക്കെ. അപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. നോ വൺ പെർഫെക്റ്റ് വേ ടു ചൂസ് ദ മാനേജേഴ്സ്. ഓക്കെ. അപ്പൊ എന്താണ്? നോ സിംഗിൾ മെത്തേഡ് ഈസ് പെർഫെക്റ്റ്. ഒരു മെത്തേഡുകൾ നമ്മൾ ഒരു മെത്തേഡ് തന്നെ ഇപ്പോ കമ്പനി തുടങ്ങി ആ
സമയം മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഡിഫറെന്റ് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടപ്പോൾ ഡിഫറെന്റ് മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് ചിലപ്പോ പോരായ്മകൾ ഉണ്ടാവാം, ചിലപ്പോ നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജസുകൾ ഗുണങ്ങൾ ഉണ്ടാവും അതിനകത്ത്. നമുക്കതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് വിലയിരുത്താനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇനി എന്താ പറയുന്നത് നെക്സ്റ്റ് വൺ, ചേഞ്ചിങ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്. Organization environment has a tendency to change with the period of time. The organizational environment is also influenced by the designated persons. Everyone has its unique working style, and as a result, the introduced different managerial values and styles and when they came into power, these the techniques and instruments used for selection purpose as are not a definitive way to forecast what people will do, even if they have the capability of doing it. അപ്പൊ എന്താണ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷണൽ പ്രവണതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ചില പ്രവണതകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, കാലത്തിനനുസരിച്ച് ഇപ്പൊ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പണ്ടുള്ള നമ്മളായിരിക്കില്ലേ നമ്മൾ തുടർന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡിഫറെന്റ് അല്ലെ, കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറയാറുണ്ടല്ലോ ആളുകൾ ഇല്ലേ. ഒരു മോഡേൺ രീതിയിലോട്ട് ആളുകൾ വന്നിട്ടുണ്ട്. പണ്ടുള്ള രീതിയിലുള്ള ആളുകൾ ജീവിച്ചിരുന്നത് പോലെയല്ല ഇപ്പോഴുള്ള നമ്മൾ ജീവിക്കുന്നത് അല്ലെ. കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും കാലത്തിന് സംഭവിക്കുമ്പോ അതിനോടനുബന്ധിച്ച് എന്താണ് ആളുകളും മാറി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പറയുന്നത് ഓർഗനൈസേഷൻ. പണ്ടുള്ള ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോഴുള്ള ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ടെക്നോളജീസില്, സർവീസില് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പുതിയ പുതിയ ടെക്നോളജീസ് വന്നിട്ടുണ്ട്, പുതിയ പുതിയ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഓർഗനൈസേഷനും എടുത്ത് നോക്കിയാല് പുതിയ പുതിയ ഇന്നോവേഷൻസ്, ടെക്നോളജീസും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഓരോ ഓർഗനൈസേഷനും വന്നിരിക്കുന്നത്. കാലത്തിനോടനുബന്ധിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ പറയുന്നത് ഈ നിയുക്തമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അവിടെ ചിലപ്പോ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ നിയമിച്ചിട്ടുണ്ടാവാം, അല്ലെ മാനേജേഴ്സ് ഉണ്ടാവാം, അല്ലെ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവരെന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോ പഴമയുടെ ശീലങ്ങളുള്ളവരായിരിക്കാം, പഴയ കാല രീതികൾ തുടർന്ന് പോകുന്ന ആളുകളായിരിക്കാം. ഇപ്പോഴും എന്താണ് പുതിയ രീതികൾ തുടർന്ന് പോകാനായിട്ട് ഇഷ്ടപ്പെടാതെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ആളുകളും ഇപ്പോഴും നമ്മളെ എന്താണ് നിലവിലുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇതായിട്ടുള്ള അവർക്കും എന്താണ് പഴയ കാല ശൈലികൾ തന്നെ തുടർന്ന് പോകുന്ന അങ്ങനെയുള്ള ആളുകളും ഇപ്പോഴും ഉണ്ട്. അപ്പൊ നിയത്തമായിട്ടുള്ള ഉദ്യോഗാർത്ഥികള് അവരുടേതായിട്ടുള്ള അവർക്ക് ശൈലികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ സെലക്ഷൻ പ്രോസസ്സില് അവർ തെന്നിയ രീതിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകള്, ഉപകരണങ്ങള് യൂസ് ചെയ്ത് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാകാൻ പറ്റുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, അവര് തുടർന്ന് പോകുന്ന അല്ലെങ്കിൽ അവര് റിക്രൂട്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പഴയകാല ആളുകളായതുകൊണ്ട് തന്നെ എന്താണ് ന്യൂജനായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതെന്താണ് അവർക്ക് സക്സസ് ഉണ്ടാവോ, അവർ ചിലപ്പോ നോളജ് മാത്രം നോക്കുന്നുണ്ടാവുള്ളൂ, സ്കിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇയാളെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോ നോളജ് മാത്രം നോക്കിയിട്ട് സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്, നോളജ് നോക്കുക, പ്രാക്ടിക്കൽ ഏരിയ നോക്കുക, അതുപോലെ സ്കില്ല് നോക്കുക, അതുപോലെ കമ്മ്യൂണിക്കേഷൻ നോളജ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. നമ്മുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോ എന്താ പറയാ ആഡ്സുകൾ കാണാം. ഇപ്പൊ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതുമായിട്ട് ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ പറയാറുണ്ട് കമ്പ്യൂട്ടർ നോളജ് അത്യാവശ്യമാണ് അല്ലെ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് അല്ലെ.
ഓക്കെ, ഓപ്പൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടും അറിയാത്ത ആളുകളിൽ നിന്ന് എന്താണ് ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരുടെ വീട്ടില് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് അത്യാവശ്യമാണ്. അപ്പൊ കാലത്തിനോടനുസരിച്ച് ആളുകൾ മാറണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ചില കമ്പനീസിൽ നിയുക്തമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അവരെ ഇപ്പൊ റിക്രൂട്ടർ ആവാം, മാനേജർ ആവാം. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട്. അതനുസരിച്ചിട്ട് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് അത് സക്സസ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ time and cost expenses. Most important elements in the selection and the recruitment process are the limit and the cost incurred while taking HR decisions. It becomes necessary to recognize these elements such as advertising expenses, agency fee, cost of test material, time spent in the interview process, cost incurred in the reference checking, medical examinations, etc. അല്ലെ, നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻസ്, ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ്, അങ്ങനെ കുറേ അധികം ചെലവുകൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ. സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വർടൈസിംഗ് എക്സ്പെൻസസ് വരുന്നുണ്ട്, ഏജൻസി ഫീ, അതുപോലെ തന്നെ ടെസ്റ്റ് മെറ്റീരിയൽസിന്റെ കോസ്റ്റുകള്, അതുപോലെ ഇന്റർവ്യൂ പ്രോസസ്സുമായിട്ട് നമ്മൾ സാലറി കൊടുക്കണം, നമുക്ക് സാലറി, അങ്ങനെയുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്. റഫറൻസ് ചെക്കിങ്ങിന് ടെസ്റ്റുകൾ കോസ്റ്റുകൾ വരുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻസ്, അങ്ങനെ പല രീതിയിലുള്ള കോസ്റ്റുകളും നമുക്ക് ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ടൈം പോകുന്നുണ്ട് അല്ലെ, കോസ്റ്റ് കുറെ ആകുന്നുണ്ട്. അതൊക്കെ ഒരു ബാരിയേഴ്സ് ആണ്. പിന്നെ എന്താണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് കാഴ്ചപ്പാട്. അപ്പൊ എന്താണ് another barrier in selection. The right candidate is the lack of ability to understand the others thoroughly. Selection requires an individual or a group to measure and compare the respective competence of others, with an objective of choosing the right candidate for the job. However, our views are much personalized in nature. Everyone perceive the world in a different manner. Our restricted perception ability is clearly an unconcerned barrier to the logical selection of people. അപ്പൊ എന്താ പറയുന്നത്, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് കാഴ്ചപ്പാട്. ഇൻഡിവിജ്വലിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നോ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പലർക്കും പല കാഴ്ചപ്പാടുകളാണ്, പലർക്കും പല പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പോ എനിക്കുള്ള പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല സായുജിനുള്ളത്, സായുജിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല ജാസ്മിനുള്ളത്, ജാസ്മിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല ആർക്കുള്ളത്, ഷിബിനുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ പലർക്കും പലരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും പലരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ആളുകളെ ആൻസർ പറയുന്നത് അല്ലെ. അപ്പൊ എല്ലാവരും ഈ ലോകത്തിൽ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. സോ നമുക്ക് എന്താണ്, ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരാനുള്ളത് ലോജിക്കലായിട്ട് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ടുള്ള തടസ്സമാണ് അല്ലെ. ചില കാര്യങ്ങൾ അവർ പറയുന്നത് ചിലപ്പോ എന്താണ്, ചിലപ്പോൾ ശരിയുണ്ടാവും, ചിലപ്പോൾ തെറ്റുണ്ടാവും. അപ്പൊ ഏതൊക്കെ ആളുകളെ സെലക്ട് ചെയ്യണം, ഏതൊക്കെ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാണ്ടിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില ധാരണകൾ, സെലക്ട് ചെയ്യാനായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ വരാം അല്ലെ, കാഴ്ചപ്പാട്. ഇപ്പോ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോ ഷിബില് പറയുന്നത്, ഷിബില് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവും. വേറെ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്, ഷിബില് ചിലപ്പോ എന്താണ് കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഷിബിൽ നല്ലതായിരിക്കും. അപ്പൊ എന്താണ്, സെലക്ട് ചെയ്യുമ്പോൾ നല്ലതാണോ, ഫ്യൂച്ചറിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് അതും എന്താണ് ഒരു ബാരിയർ ആയിട്ടാണ് പറയുന്നത്. കാഴ്ചപ്പാട്, മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ഫെയർനെസ്. Fairness in the selection process means that there is no discrimination and bias against any individual on the basis of religion, race, gender, etc. However, the attempt to reduce the gap have not been very effective.
the less number of human and other underprivileged section of society in the middle and senior management position and often discrimination on the basis of age in the job advantages and in the selection process are visible example of discrimination. Discrimination അറിയാലോ നമുക്ക് അല്ലെ എന്താണ് ഇപ്പൊ വലിയ കമ്പനിയിൽ ഇപ്പോ സീനിയർ പോസ്റ്റിങ്ങിനൊക്കെ പോസ്റ്റുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് അവിടെ സ്ത്രീകളൊക്കെ കുറവായിട്ട് കാണാൻ പറ്റും അല്ലെ പുരുഷന്മാർക്കൊക്കെയാണ് അവര് ഏറ്റവും എന്താണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ താഴ്ന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ അവിടെ കുറവായിരിക്കും അതുപോലെ എന്താണ് ഓരോ പോസ്റ്റിനും പ്രായപരിധിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് പല ഡിസ്ക്രിമിനേഷൻസും ചില കമ്പനീസിൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി എന്താണ് വാലിഡിറ്റി നോക്കിയേ in order to forecast the job performance of the candidate the validity of a test is used നമ്മൾ ടെസ്റ്റ് വാലിഡിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെന്താ പറയുന്നത് valid test can easily find the gap between the എന്താണ് candidate who are able to perform well and those who are not. Therefore, any validated test cannot forecast the job success accurately. It can only increase the chances of success. എന്താണ് നമ്മളിപ്പോ ഇന്റർവ്യൂ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോ ചിലപ്പോൾ റിട്ടൺ ടെസ്റ്റ് നടത്തും ആ റിട്ടൺ ടെസ്റ്റിൽ ഏറ്റവും മാർക്ക് കൂടുതലുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നോളജ് ഉണ്ടോ അല്ലെങ്കിൽ ടീച്ച് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലയോ നമുക്ക് സക്സസ് ഉണ്ടാക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാവോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഏറ്റവും ചിലപ്പോ ടെസ്റ്റുകൾ നടത്തി അതിനകത്ത് ഏറ്റവും ഉയർന്ന മാർക്കുകളാണ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെ അതിന് കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം റിട്ടൺ ടെസ്റ്റ് നടത്താം പിന്നെ ഇന്റർവ്യൂവിന് ആളുകളെ ക്ഷണിക്കാം അതിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കാം അതിനുശേഷം ഇന്റർവ്യൂ നടത്തി നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ നല്ല രീതിയിൽ പേഴ്സണാലിറ്റി ആണോ അവർക്കുള്ളത് നോളജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം ഡെമോ ക്ലാസ് എടുപ്പിക്കണം ടീച്ചിങ് ചെയ്യാനായിട്ടുള്ള ടീച്ചിങ് സ്കില്ല് ഉണ്ടോ എന്ന് നോക്കണം അല്ലെ അപ്പൊ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അവരെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് അതിൽ ഉയർന്ന മാർക്കുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് വാലിഡ് ആണ് അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയും വരെ നമുക്ക് എടുത്തു നിർത്താം ടൈം ആയിട്ടുണ്ട് ഓക്കെ ആണോ ഇത്രയും വരെയും ബാക്കി 2 പോയിന്റ്സ് ആണുള്ളത് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഓക്കെ ബാരിയേഴ്സ് ഓഫ് സെലക്ഷനില് എന്താണ് ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ച് ചേഞ്ചിങ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസസ് പെർസെപ്ഷൻ ഫെയർനെസ് വാലിഡിറ്റി ക്ലിയർ ആണോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ താങ്ക് യു